ഹലോ, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാലപ്പമാണ്. പാലപ്പത്തിന് അമ്മ 1/2 കിലോ അരി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിയുണ്ട്. അത് നമുക്കൊരു വെള്ളത്തിലേക്ക് ഇടാം. അരി വെള്ളത്തിലോട്ട് ഇടാം. നമുക്ക് വെള്ളം ഒഴിച്ചിടാം. അരിയെല്ലാം കഴുകി വാരി എടുത്തു. വേണ്ട, ഇനി നമുക്കിതിനകത്തോട്ട് 1 കപ്പ് ചോറിടാം. 1 മുറി തേങ്ങ അമ്മ തിരുമ്മി വെച്ചത് അതിടാം. പിന്നെ നമുക്ക് ഈസ്റ്റ് ചേർക്കാം. ഒത്തിരി ഈസ്റ്റ് വേണ്ട, ഒരു പിഞ്ച് ഈസ്റ്റ് മതി. നല്ല ഈസ്റ്റായത്. ഒരു 1/2 സ്പൂൺ ഈസ്റ്റ് അമ്മ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി വെക്കാം. ഇളക്കി വെച്ച് ഇനി നമുക്ക് അമ്മ വൈകിട്ടായതെല്ലാം ഇങ്ങനെ ചേർത്ത് വെക്കുന്നത്. ഇനി അത് രാവിലെ അമ്മ എണ്ണിച്ച് ഇത് അരച്ചു വെക്കും. 1 മണിക്കൂറാകുമ്പോൾ നമുക്ക് അപ്പം ചൂടാം. ഇനി നമ്മളെല്ലാം കൂടെ ഈസ്റ്റും അരിയും ചോറും തേങ്ങായും എല്ലാം കൂടെ നമ്മളിങ്ങനെ അരച്ച് ഇളക്കി ഇങ്ങനെ അടച്ചങ്ങ് വെക്കണം. അത് രാവിലെ നമ്മൾ എണ്ണിച്ച് വരുമ്പോൾ അരയ്ക്കണം. 1 മണിക്കൂർ അരച്ച് 1 മണിക്കൂർ ഇരുന്നാൽ മതി. അപ്പോഴത്തേ നമ്മൾ നല്ലതായിട്ട് പൊങ്ങി വരും. പിന്നെ നമുക്ക് നല്ല ഒന്നാന്തരം വെള്ളയപ്പവോ പാലപ്പവോ നമുക്ക് ഇഷ്ടമുള്ള എന്താ വന്ന വെള്ളയപ്പവും ചൂടാം, പാലപ്പവും ചൂടാം. എന്നാൽ അതിനി കുതിരട്ടിരുന്ന് അമ്മ അരി വൈകിട്ട് 9:30 എല്ലാം കൂടെ ചേർത്ത് അമ്മ വെച്ച ഈസ്റ്റും ഉപ്പും തേങ്ങായും അരി എല്ലാം കൂടെ ഇളക്കി വെച്ചതാണ്. ഇപ്പം തന്നെ നല്ലതായിട്ട് ഇത് പുളിച്ചിരിക്കുക. ഇപ്പോൾ 9:30 മണിക്കൂറായി ഇത് കുത്ത് വെച്ചിട്ട്. രാത്രി ആയോണ്ടല്ലേ നമുക്ക് അതിന് മുമ്പേ അരയ്ക്കാം. അതുകൊണ്ട് അമ്മ ഇപ്പം ഇവിടെ 6 മണിയായി. ഇനി ഇത് അരയ്ക്കാൻ പോവാണ്. നമുക്ക് ഈ വെള്ളവും അരിയും എല്ലാം കൂടെ അരയ്ക്കേണ്ടി വരും. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി ബാക്കിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. അരി എല്ലാം അരച്ച് ഇളക്കി വെക്കുക. ഇനി ഇത് 1 മണിക്കൂർ 1.5 മണിക്കൂറും കൊണ്ട് ഇത് പുളിച്ച് പൊങ്ങി വരും. എന്നിട്ട് നമുക്കിത് അപ്പം ചുട്ടെടുക്കാം. പെട്ടെന്ന് വൈകിട്ട് അരച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വൈകിട്ടെല്ലാം ചേർത്ത് ഇളക്കി വെച്ചിട്ട് രാവിലെ എണ്ണിച്ച് അരച്ച് കറി ഉണ്ടാക്കുമ്പോഴത്തേനും ഇത് പുളിച്ച് പൊങ്ങി വരും. എന്നിട്ട് നമുക്ക് നല്ല അപ്പം ഉണ്ടാക്കാം. വലിയ പുളിയൊന്നുമില്ല. തലേന്നേ അരച്ച് വെച്ച് ചിലപ്പം പുളിക്കത്തില്ല, ചിലപ്പം പൊങ്ങി വരത്തില്ല. ഇതൊന്നുമില്ല. ഇത് രാവിലെ അരച്ച് വെക്കാമെങ്കിൽ നമുക്ക് നല്ല ഒന്നാന്തരം അപ്പം ചുട്ടെടുക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ പാലപ്പത്തിന് അരച്ച് വെച്ച് നമുക്ക് നോക്കാം. കണ്ടോ, നിറച്ച് കണ്ടോ പൊങ്ങി നിൽക്കുന്നേ. കണ്ടോ വേണ്ട മാവ് നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി നിറച്ചുണ്ട്. ആ പാത്രം നിറഞ്ഞ് നിൽക്കുന്നു. 1.5 മണിക്കൂർ ആയില്ല. 1 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ള അമ്മ ഇത് കലക്കി വെച്ചിട്ട് നല്ല അപ്പം ചൂടാം. ഇത് വെള്ളയപ്പവും ചൂടാം, പാലപ്പവും ചൂടാം. രണ്ടിനും ഒക്കുന്ന അപ്പക്കൂട്ടായത്. നമുക്കിനി ചൂടാം. ഇവിടെ പാലപ്പച്ചട്ടി ചൂടായി. നമുക്കിനി അങ്ങോട്ട് കോരി ഒഴിക്കാം. കോരി ഒഴിച്ചിട്ട് ഒരു വട്ടം കറക്കി അങ്ങോട്ട് വെക്കാം. വേഗട്ടെ.
നമ്മുടെ പാലപ്പം എല്ലാം റെഡിയായി. കൈ കൊണ്ടാന്നേലും എടുക്കാം. കണ്ടോ, ചുട്ടാണ്ട സൂപ്പർ പാലപ്പം. അല്ല, സൈഡെല്ലാം മുരിഞ്ഞ് നല്ല അപ്പം ചുട്ടെടുക്കാം. നമുക്ക് നല്ല പുളിയൊന്നും കാണത്തില്ല. നമുക്കതിനൊരു വെള്ളയപ്പം കൂടെ ചുട്ട് നോക്കാം. ഈ അപ്പം ഒന്ന് തിരിച്ചിടാം. നല്ല അപ്പം സൂപ്പറായിട്ട് ഒത്തിട്ടുണ്ട്. നല്ല അടിപൊളി അപ്പം. നമ്മുടെ വെള്ളയപ്പം റെഡിയായി. കണ്ടോ, അടിപൊളി വെള്ളയപ്പം ചുട്ടെടുക്കാം. ഇനി ഒരെണ്ണം കൂടെ ഒഴിക്കാം. അമ്മയുടെ പാലപ്പം എല്ലാം റെഡിയായി. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ വെള്ളയപ്പവും ചുട്ടു, പാലപ്പവും ചുട്ടു. എല്ലാവരും ചെയ്ത് നോക്കണം. രാത്രിയിൽ അരി വെള്ളത്തിലിട്ട് രാവിലെ നമുക്ക് എണ്ണിച്ചത് അരച്ച് വെച്ച് 1 മണിക്കൂറിനുള്ളിൽ നമുക്കതൊരു കറി വെക്കുന്ന താമസമേ ഉള്ളൂ. അപ്പോഴത്തേനും ഇത് നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വരും. അന്നേരം നമുക്കിതുണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം. ഇപ്പം രാത്രിയിൽ നമ്മൾ അരച്ചൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. അരിയെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ മതി. എല്ലാവരും വെച്ച് നോക്കണം. അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഒരു വീഡിയോയായി വരുന്നിടം വരെ ബായ്.